ഓക്കെ, അപ്പൊ 17ാമത്തെ ലെസൺ അല്ലേ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്? പത്രം നമ്മുടെ മിത്രം. മിത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിത്രം. അൺമ്യൂട്ട് ചെയ്ത് പറയാൻ മതിയ. കൂട്ടുകാരൻ. മിത്രം എന്ന് പറഞ്ഞാൽ സുഹൃത്ത് അല്ലേ, ഫ്രണ്ട് എന്നർത്ഥം. അപ്പൊ പത്രം നമ്മുടെ മിത്രമാണെന്ന് അർത്ഥം അല്ലേ. അല്ലേ, നമുക്ക് എല്ലാ വിവരങ്ങളും പത്രം വഴിയാണ്, ന്യൂസ് പേപ്പർ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇന്ന് അതിന് മാറ്റമുണ്ട് അല്ലേ. നമുക്കിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ, അല്ലെങ്കിൽ നെറ്റിലുണ്ട്, എല്ലാവർക്കും മൊബൈൽ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, കയ്യിൽ ആധുനിക സജ്ജീകരണങ്ങളുള്ള എന്തൊക്കെയോ ഉപകരണങ്ങളുണ്ട് അല്ലേ. നമുക്കിന്ന് പത്രം ഇല്ലെങ്കിലും നമുക്ക് പത്രം വായിക്കാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട് അല്ലേ. അപ്പൊ പത്രം, ന്യൂസ് പേപ്പർ ആണ് നമ്മുടെ മിത്രം എന്നാണ് ഇതിൽ പറയുന്നത്. പ്രഭാതം വിടർന്നു വരുന്നതേ ഉള്ളൂ. മുറ്റത്തൊരു സൈക്കിളിന്റെ മണിനാദം. അത് പത്രക്കാരൻ്റെതാണ്. അടുത്ത നിമിഷം ഒരു പത്രം വരാന്തയിലേക്ക് പാളി വീണു. സജിമോൻ ഓടിച്ചെന്ന് പത്രമെടുത്തു. അവനത് ജിജ്ഞാസയോടെ നിവർത്തിയപ്പോഴേക്കും അച്ഛൻ പിന്നാലെ കയ്യും നീട്ടിയെത്തി. തൊട്ടു പിന്നാലെയുണ്ട് അമ്മയും ചേച്ചിയും ആകാംക്ഷയോടെ. 1-ാം പേജിലെ രാഷ്ട്രീയവും ഭരണപരവുമായ പ്രധാന വാർത്തകളിൽ അച്ഛൻ്റെ മിഴികൾ ആർത്തിയോടെ പരതാൻ തുടങ്ങി. ആ ഉള്ളിലെ പേജിങ് തന്നേ അച്ഛാ, എൻ്റെ പരീക്ഷാഫലം ഉണ്ടോന്ന് നോക്കട്ടെ. ചേച്ചി ഉള്ളിലെ താളുകൾ പിടിച്ചു വാങ്ങി അകത്തേക്കോടി. ആ സ്പോർട്സ് പേജ് ഒന്ന് കാണട്ടെ ചേച്ചി. സജിമോൻ ചേച്ചിയുടെ പിന്നാലെ ചെന്നു. ക്രിക്കറ്റ് കളിയുടെ വിശേഷങ്ങൾ അറിയാനാണ് അവന് തിടുക്കം. വീട്ടമ്മയെ കൊന്ന് കവർച്ച നടത്തിയ ഇന്നലത്തെ കേസിലെ പ്രതികളെ കിട്ടിയോ ആവോ? ആ പത്രമൊന്ന് നോക്കട്ടെ. അമ്മയും പത്രത്താളിൽ പിടികൂടി. അങ്ങനെ ഓരോരുത്തരും സ്വന്തം താല്പര്യം അനുസരിച്ച് പത്രവാർത്തകൾ അറിയാൻ ബന്ധപ്പെടുകയായി. ഉണർന്നാൽ ബെഡ് കോഫിയോടൊപ്പം വാർത്തകളും അറിയുക എന്നത് പൊതുവേ നമ്മുടെ ഒരു രീതിയായി തീർന്നിരിക്കുന്നു. പത്രവാർത്തകൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതം ആരംഭിക്കുന്നത്. പത്രങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമാണുള്ളത് എന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വർത്തമാന പത്രത്തിനോടുള്ള ഈ കമ്പത്തിന്റെ രഹസ്യം എന്താണ്? വിശേഷങ്ങൾ അറിയാനുള്ള മനുഷ്യന്റെ സഹജവാസന തന്നെ. എഴുത്തും വായനയും അറിയാതിരുന്ന പുരാതന കാലത്തും മനുഷ്യർ അന്യോന്യം കണ്ടുമുട്ടിയപ്പോഴെല്ലാം വിശേഷങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആശയവിനിമയത്തിന്റെ അനുക്രമമായ വികാസ പരിണാമമാണ് പത്രങ്ങളെന്ന് ചുരുക്കി പറയാം. ആശയവിനിമയത്തിൽ പത്രങ്ങൾക്കുള്ള വമ്പിച്ച സാധ്യതകൾ നന്നായി പ്രയോജനപ്പെടുത്താൻ സ്വാതന്ത്ര്യ സമര കാലത്ത് നമുക്ക് കഴിഞ്ഞു. ജനങ്ങളിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യ ബോധവും സമരാവേശവും ത്യാഗസന്നദ്ധതയും ഉണ്ടാക്കി അവരെ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാക്കാൻ പത്രങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. ബാലഗംഗാധര തിലകൻ, ഗോഖലെ, ഗാന്ധിജി, സരോജിനി നായിഡു തുടങ്ങിയ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തെ ഉത്തേജിപ്പിക്കുന്നതിനായി പത്രങ്ങൾ നടത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ എങ്ങനെയെല്ലാം പാപ്പരാക്കുകയും നശിപ്പിക്കുകയും ചെയ്തുവെന്ന് സാധാരണക്കാരെ ബോധവാന്മാരാക്കാൻ നമ്മുടെ പത്രങ്ങൾക്ക് കഴിഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി സമരം ചെയ്യാനുള്ള ആവേശവും ആത്മവീര്യവും ജനങ്ങൾക്ക് പകർന്നു കൊടുത്തതും ഇവിടുത്തെ പത്രങ്ങളാണ്. അതുപോലെ തന്നെ ഭാരതത്തിന്റെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിലും പത്രങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സതി, ശൈശവ വിവാഹം, നരബലി, മൃഗബലി തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി എന്നിവരുടെ സാമൂഹ്യ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് പ്രചാരണം നൽകിയതും പത്രങ്ങളായിരുന്നു. കേരളത്തിലെ സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനങ്ങളായിരുന്ന ക്ഷേത്ര പ്രവേശന സ്വാതന്ത്ര്യം, അയിത്തോച്ചാടനം, ഹരിജനോദ്ധരണം, മലയാളി ഈഴവ മെമ്മോറിയലുകൾ, മദ്യവർജനം തുടങ്ങിയവയുടെ വിജയകരമായ പ്രവർത്തനത്തിന് ഉണർവ് നൽകിയതും പത്രങ്ങൾ തന്നെ. സാമൂഹ്യ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളിൽ ഒന്നാണ് ആശയവിനിമയം. അത് മനുഷ്യരെ കൂട്ടിയിണക്കുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യരുടെ വ്യത്യസ്ത അഭിരുചികൾക്കനുസരിച്ച് നാനാതരം വാർത്തകൾ ഒന്നിച്ചു ചേർത്ത് ഒരു പത്രം തയ്യാറാക്കി വിതരണം ചെയ്യുക എന്ന പ്രക്രിയ ലോകത്തിൽ ആദ്യം നടപ്പാക്കിയ രാജ്യം ചൈനയാണെന്ന് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള തൻ്റെ വൃത്താന്ത പത്രം എന്ന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ രീതിയിലുള്ള പത്രങ്ങൾ അച്ചടിച്ചിറക്കാൻ തുടങ്ങിയത് 17ാം നൂറ്റാണ്ടിലാണ്. പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. 1780 ജെയിംസ് അഗസ്റ്റസ്
കൊൽക്കത്തയിൽ നിന്ന് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച ബംഗാൾ ഗസ്റ്റ് അഥവാ കൽക്കത്ത ജനറൽ അഡ്വർടൈസർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം. എങ്കിലും ഒരു ഇന്ത്യക്കാരന്റെ പത്രാധിപത്യത്തിൽ ഇന്ത്യയിൽ നിന്നിറങ്ങിയ ആദ്യത്തെ വർത്തമാന പത്രം എന്ന ബഹുമതി 1816 ബംഗാളിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ബംഗാൾ ഗസറ്റിനാണ്. ഗംഗാധർ ഭട്ടാചാര്യായിരുന്നു ഇതിന്റെ പത്രാധിപർ. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച രാജ്യസമാചാരമാണെന്നും അതല്ല റവറൻഡ് ജോർജ് മാത്തന്റെ മേൽനോട്ടത്തിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാന നിക്ഷേപമാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഡോക്ടർ ഗുണ്ടർട്ടിന്റെ പശ്ചിമോദയവും ഈ കാലഘട്ടത്തിൽ തന്നെ പിറന്ന ഒരു വാർത്താ മാസികയാണ്. മതപരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് മിഷണറിമാരായ ഇവർ പത്രം തുടങ്ങിയത്. എന്നാൽ മതപരമല്ലാത്ത വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പത്രം 1860 കൊച്ചിയിൽ നിന്ന് ഗുജറാത്തി വ്യവസായിയായിരുന്ന ദേവ്ജി ഭീംജി ആരംഭിക്കുകയുണ്ടായി. കേരളമിത്രം എന്നായിരുന്നു ഇതിന്റെ പേര്. കേരള പത്രിക, പശ്ചിമതാരക, സത്യനാഥ കാഹളം, കേരള സഞ്ചാരി, നസ്രാണി ദീപിക, സ്വദേശാഭിമാനി, മലയാളി, മലയാള മനോരമ തുടങ്ങിയവ ആദ്യകാല മലയാള പത്രങ്ങളിൽ പെടുന്നു. ഒരു പത്രത്തിന്റെ മുഖപ്രസംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രധാന രാഷ്ട്രീയ സാമൂഹ്യ സംഭവങ്ങളെക്കുറിച്ചുള്ള പത്രാധിപരുടെ ശരിയായ വീക്ഷണവും നിലപാടും വിലയിരുത്തലും വ്യക്തമാക്കുന്നത് മുഖപ്രസംഗത്തിലാണ്. ഭരണാധികാരികളെ അവരുടെ കടമകളെപ്പറ്റി മുന്നറിയിപ്പ് നൽകുകയും അപ്രിയങ്ങളായ സത്യങ്ങൾ തുറന്നു പറയുകയുമാണ് ഒരു പത്രാധിപരുടെ കർത്തവ്യമെന്ന് ജെംസിൽക്ക് ബക്കിംഗ്ഹാം പറഞ്ഞിട്ടുണ്ട്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ, മാമൻ മാപ്പിള, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, കേസരി ബാലകൃഷ്ണപിള്ള, PC വർക്കി, സഹോദരൻ അയ്യപ്പൻ എന്നിവർ മലയാള പത്രങ്ങളുടെ ചരിത്രത്തിൽ അവിസ്മരണീയമായ വ്യക്തിപ്രഭാവമുള്ള പത്രാധിപരായിരുന്നു. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന K രാമകൃഷ്ണപിള്ള അക്കാലത്തെ അനീതികൾക്കും അസമത്വത്തിനും അധർമ്മങ്ങൾക്കും അസ്പൃശ്യതയ്ക്കുമെതിരായി യുക്തിയുക്തം പോരാടി. തിരുവിതാംകൂറിലെ ദുർഭരണത്തെയും അഴിമതികളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. സഹികെട്ട രാജാവ് ധീരനായ ആ പത്രാധിപരെ നാട് കടത്തുകയുണ്ടായി. 1910 സെപ്റ്റംബർ 26 പാതിരായ്ക്കു ശേഷം മലനിരകൾക്കിടയിലുള്ള ആര്യങ്കാവ് ചുരത്തിലേക്കാണ് അദ്ദേഹത്തെ കടത്തിവിട്ടത്. പക്ഷേ നാടുകടത്തിയ ഭീരുവായ രാജാവ് ചരിത്രത്തിൽ നിഷ്പ്രഭനാവുകയും നാടുകടത്തപ്പെട്ട പത്രാധിപർ അവിസ്മരണീയനായി തീരുകയും ചെയ്തു. ദീർഘദർശിതയല്ലാത്ത ഭരണാധികാരിയേക്കാൾ പ്രവാചക പ്രതിഭയുള്ള പത്രാധിപരുടെ മഹത്വത്തെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാഠത്തിൽ. അപ്പൊ നമ്മുടെ പത്രം നമ്മുടെ മിത്രം എന്നാണ്. അപ്പൊ ന്യൂസ് പേപ്പറിനെ പറ്റിയാണ് ഇതിൽ പറഞ്ഞത് കൂടുതലായിട്ട്, അല്ലേ? അപ്പോ രാവിലെ നമുക്ക് പ്രഭാതം എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ, അല്ലേ? ഏർലി മോർണിംഗ്, അതിരാവിലെ പ്രഭാതം പൊട്ടി വിടർന്നു എന്ന് പറയാം. അപ്പൊ പ്രഭാതം വിടർന്നു. അപ്പൊ നമ്മളെ വീട്ടിലും അങ്ങനെയല്ലേ, അല്ലേ? എന്ത് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നാലും പത്രത്തിനൊരു അടിയായിരിക്കും വീട്ടില്. ഉണ്ടോ നിങ്ങളുടെ വീട്ടിലത്? പത്രത്തിന് നിൽക്കുന്ന തിരക്കൊന്നുമില്ല? പത്രം വന്നു കഴിഞ്ഞാൽ ചായയുടെ പത്രം വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാനും എന്റെ പപ്പയും തമ്മിൽ, ഞാൻ സ്പോർട്സ് പേജ് കാണാനും പപ്പ പത്രം വായിക്കാനും. അതെ അല്ലേ? എല്ലാ വീട്ടിലും ഉണ്ടാവും പത്രത്തിന് ഒരടി. ഇനി എത്ര സൗകര്യങ്ങൾ ഉണ്ടായാലും പത്രം നെറ്റിൽ നിന്ന് നമുക്ക് മൊബൈലിൽ നിന്നെല്ലാം വായിക്കാൻ പറ്റുമെങ്കിലും നമുക്ക് പത്രം കാണുമ്പോൾ ഒരു പ്രത്യേക കാര്യമായിരിക്കും. അതിന്റെ പ്രധാന ഹെഡിങ് ഒന്നും ഓടിച്ച് വായിക്കണമെന്നില്ലേ? എന്തോ ഒരു സുഖമുണ്ട്, അല്ലേ? രാവിലെ എല്ലാവരുടെ വീട്ടിലും, നമ്മളെ വീട്ടിലും ഉണ്ട് അത്. വെറുതെ പത്രം പിന്നെ കണ്ട ആർക്കും വേണ്ട, അത് ഫുൾ ടൈം അവിടെ കിടക്കും. പക്ഷെ ആർക്കും വേണ്ട. രാവിലെ വായിക്കാൻ എന്തൊരു തിരക്കാന്നറിയാം എല്ലാവർക്കും. തിരക്ക് രാവിലെ പോണ്ടവർക്കും വായിക്കണം. കുറേ വീട്ടിൽ ഫുൾ ടൈം വെറുതെ ഇരിക്കുന്ന ആളുണ്ട്, എന്നാൽ അവർക്കും ഈ രാവിലെ തന്നെ ഇത് വായിക്കണം. പിന്നീട് നോക്കുകയൊന്നും ചെയ്യില്ല, പക്ഷെ രാവിലെ ഭയങ്കര ഒരു അടിയായിരിക്കും. നമ്മളിവിടെ പത്രം പോലും വരുന്നില്ല. ഇല്ലേ? പത്രം വരുത്തുന്നില്ല. അപ്പൊ പത്രം രാവിലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ അറിയാ? അപ്പൊ പത്രത്തിന് എല്ലാവർക്കും ആ പത്രം ഒന്ന് രാവിലെ തന്നെ കാണണം. അത് കഴിഞ്ഞാൽ ഒരു മൂടില്ല. ആദ്യം നമുക്ക് കിട്ടണമെന്നില്ല ഒരു തിരക്കുണ്ടാവും പത്രത്തിന്. എന്നാന്നറിയില്ല, അതുണ്ട്, പത്രം വരുന്ന വീട്ടിൽ ഉണ്ടാവും പൊതുവെ. അപ്പോ അതാണ് ഇതിലും പറഞ്ഞത്. എന്ത്? പ്രഭാതം വിടർന്നു വരുന്നതേ ഉള്ളൂ. അപ്പൊ പുലർന്നു വരുന്നതേ ഉള്ളൂ.
മുറ്റത്തൊരു സൈക്കിളിന്റെ മണിനാദം. സൈക്കിളിലാണ് അല്ലേ, പഴയ കാലത്തുള്ള സൈക്കിളിലാണ്. ഇപ്പൊ അത് സ്കൂട്ടിയിലായി, ടൂ വീലർ വേണം, കാറിൽ കൊണ്ടുവരുന്നവരും ഉണ്ടാവും അല്ലേ. അപ്പോ പത്രം കൊണ്ടുവരുന്നുണ്ട്, പുറച്ചൊക്കെ നടന്നു വരുന്നവരും ഉണ്ട്. 4 മണിക്ക് 4 മണിയെല്ലാം കഴിയുമ്പോഴേ നമ്മുടെ വീട്ടിൽ പത്രം എത്തും. പക്ഷെ ആ സമയത്ത് അത് എടുക്കൂല, കുറച്ച് വെളിച്ചം വന്ന് കഴിയുമ്പോ പത്രത്തിന് അടിയായിരിക്കും. അങ്ങനെയാണ്. അപ്പോ അത് പത്രക്കാരനെ സൈക്കിളിലാണ് ഇത് പറഞ്ഞത് അല്ലേ. സൈക്കിളുകാരൻ കൊണ്ടുവരും, മണിമുട്ടും, അപ്പോ പത്രം ഇങ്ങോട്ടങ്ങ് എറിയും വീട്ടിനടുത്തേക്ക്. അപ്പൊ മണിയ അത് പത്രക്കാരൻ്റെതാണ്. അടുത്ത നിമിഷം ഒരു പത്രം വരാന്തയിലേക്ക് പാളി വീണു. അതാ പറഞ്ഞേ, ആ റോഡിൽ തന്നെ അങ്ങ് എറിയും. ജനലിലും തട്ടി ഞാൻ വിചാരിക്കുന്നത് ഇതെന്നാ ഈ ഒച്ച കേൾക്കുന്നതെന്ന്, പൊൽച്ചക്ക്. അപ്പൊ ഇത് ശക്തിയിൽ വന്ന് അടിക്കുന്നതാണ് പത്രം. സജിമോൻ ഓടിച്ചെന്ന് പത്രം എടുത്തു. അവൻ അത് ജിജ്ഞാസയോടെ, ജിജ്ഞാസ പറഞ്ഞ എന്താ അർത്ഥം? ജിജ്ഞാസ, അതിശയത്തോടെ. അറിയാനുള്ള ആഗ്രഹമാണ്, ത്വര, അതിനാ പറയാ ജിജ്ഞാസ അല്ലെ. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാനുള്ള ആഗ്രഹം. ഓക്കെ. അപ്പൊ ജിജ്ഞാസയോടെ നിവർത്തിയപ്പോഴേക്കും അച്ഛൻ പിന്നാലെ കയ്യും നീട്ടിയെത്തി അല്ലെ. ഫസ്റ്റില് കുഞ്ഞെടുത്തു, മോനെടുത്തിട്ട് അപ്പോഴേക്ക് അച്ഛൻ വന്നു, കൈ നീട്ടിക്കൊണ്ട് നിവർത്തിക്കൊണ്ട് അച്ഛൻ പിന്നാലെ കൈ നീട്ടി എത്തി. തൊട്ട് പിന്നാലെയുണ്ട് അമ്മയും ചേച്ചിയും. ആകാംക്ഷയോടെ അമ്മയും ചേച്ചിയും വരുന്നുണ്ട്. എന്താണ് പത്രത്തിലെ ഇന്നത്തെ ന്യൂസ് എന്ന് അറിയാൻ വേണ്ടിയില്ല. അപ്പൊ 1-ാം പേജിലെ രാഷ്ട്രീയവും അച്ഛന്മാരെങ്ങനെയാ, അവിടുത്തെ ഫാദർ എങ്ങനെയാ ചെയ്യുക? 1-ാം പേജിലെ രാഷ്ട്രീയവും, 1-ാം പേജിലാന്ന് തോന്നുന്നു രാഷ്ട്രീയം. ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിനൊന്നും വലിയ കാര്യമില്ല, അതുകൊണ്ട് ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. അപ്പോ 1-ാം പേജിലെ രാഷ്ട്രീയവും ഭരണപരവുമായ പ്രധാന വാർത്തകളിൽ അച്ഛന്റെ മിഴികൾ ആർത്തിയോടെ പരതാൻ തുടങ്ങി അല്ലെ. ആർത്തിയോടെ പറഞ്ഞെന്നാണ്, കൊതിയോടെ അല്ലെ. നമുക്ക് ഭക്ഷണത്തിനെല്ലാം ചിലപ്പോ ചില ഭക്ഷണത്തോട്, അപ്പോ ചില ഏതെങ്കിലും എന്തിനോടൊക്കെ നമുക്ക് ആർത്തി തോന്നാറുണ്ട്. ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? തോന്നാറുണ്ടോ? ഇല്ലാന്നേ പറയൂ. ആർത്തിയല്ല എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. ചില നമ്മളെ ഇഷ്ടമുള്ള, ചിലപ്പം ബിരിയാണിയോടായിരിക്കും അല്ലെ. ചിലവർക്ക് എന്തെങ്കിലും എന്താ, ബിരിയാണി തന്നെയായിരിക്കും ഇന്നത്തെ പിള്ളേർക്ക് ഒട്ടുമുക്കാലും അല്ലെ. ന്യൂ ജനറേഷൻ കുട്ടികളെല്ലാം ബിരിയാണി കഴിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചിക്കൻ 65, ചിക്കൻ മറ്റേ എന്തെല്ലോ ഉണ്ട് പേര് ഒരുപാട്. അപ്പോ അതിനോടെല്ലായിരിക്കും അവർക്ക് ആർത്തി അല്ലെ. അപ്പൊ ഇതെന്താ പറഞ്ഞേ? ആർത്തിയോടെ എന്ന് പറഞ്ഞാൽ കൊതിയോടെ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പൊ പ്രധാന വാർത്തകളിൽ അച്ഛന്റെ മിഴികൾ ആർത്തിയോടെ പരതാൻ തുടങ്ങി. പരതുക, എന്താ പരതുക? അന്മിതിയും പോയോ? പരതുക പറഞ്ഞ എന്താണ്? തിരയുക. ഓക്കെ. ആർത്തിയോടെ പരതാൻ തുടങ്ങി, അതാണ്, അത്ര പോലെയാണ് ആ വാക്കുകൾ പറഞ്ഞത്. ആ പാരഗ്രാഫിൽ പറഞ്ഞത് എന്തൊക്കെയാ? പ്രഭാതം, അതായത് പുലർന്നു, സമയം രാവിലെ ആയി അല്ലേ. രാവിലെ ആകുമ്പോൾ തന്നെ മുറ്റത്തൊരു സൈക്കിളിന്റെ ബെല്ല് കേൾക്കും. അപ്പൊ അത് പത്രക്കാരൻ്റെതായിരിക്കും, പത്രം കൊണ്ടുവരുന്ന ആള് പത്രക്കാരൻ. അടുത്ത നിമിഷം എന്ത് ചെയ്യും? ഒരു പത്രം വരാന്തയിലേക്ക് ഇങ്ങനെ പാളി വീണു അല്ലേ. സജിമോൻ ഓടിച്ചെന്ന് പത്രമെടുത്തു. അവനത് ജിജ്ഞാസയോടെ, അറിയാനുള്ള ആഗ്രഹത്തോടെ നിവർത്തിയപ്പോഴേക്കും അച്ഛൻ പിന്നാലെ കയ്യും നീട്ടിയെത്തി. തൊട്ടു പിന്നാലെയുണ്ട് അമ്മയും ചേച്ചിയും. ആകാംക്ഷയോടെ എന്ന് പറഞ്ഞാല് ആകാംക്ഷ പറഞ്ഞ എന്താ അർത്ഥം? സംഭവിക്കുന്ന എന്തെന്ന് അറിയാനുള്ള തിടുക്കം, അതാണ് ആകാംക്ഷ അല്ലെ. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ആകാംക്ഷയോടെ. 1-ാം പേജിലെ രാഷ്ട്രീയവും ഭരണപരവുമായ പ്രധാന വാർത്തകളിൽ അച്ഛന്റെ മിഴികൾ ആർത്തിയോടെ പരതാൻ തുടങ്ങി, അതായത് തിരയാൻ തുടങ്ങി. ആ ഉള്ളിലെ പേജിങ് തന്നേച്ചാ, എന്റെ പരീക്ഷാഫലം ഉണ്ടോന്ന് നോക്കട്ടെ. ചേച്ചി ഉള്ളിലെ താളുകൾ പിടിച്ചു വാങ്ങി അകത്തേക്ക് ഓടി. അപ്പോ അടുത്ത മോൾക്ക് എന്താണ്? എക്സാമിന്റെ റിസൾട്ട് വരാനുണ്ട് അല്ലേ, പരീക്ഷയുടെ റിസൾട്ട് വരാൻ. അപ്പൊ പരീക്ഷാഫലം ഒന്ന് കാണാൻ വേണ്ടി നോക്കട്ടെ, ചേച്ചി ഉള്ളിലെ താളുകൾ പിടിച്ചു വാങ്ങിയിട്ട് അകത്തേക്ക് ഓടി. ആ സ്പോർട്സ് പേജ് ഒന്ന് കാണട്ടെ ചേച്ചി. ആരാ? നിങ്ങളെ പോലെ ഒരു കുട്ടിയുണ്ട്, സജിമോൻ അല്ലേ. അവനെന്താ ആ സ്പോർട്സ് പേജാണ് കണ്ട് അല്ലെ. എന്തായി സ്പോർട്സിൽ, എന്തായി എന്നാണ് അറിയണ്ട. ആരാണ് ജയിച്ചത്, ആരാന്ന് അല്ലെ. കളി കാണുമ്പോൾ തന്നെ ആർത്ത് വിളിച്ച് കൂക്കുന്നതാണ് അല്ലെ പിള്ളേര്. നിങ്ങളുടെ ആ ഏജിലെ ആൺകുട്ടികൾക്ക് അതാണ് ഏറ്റവും ഹരം. അപ്പോ അതുകൊണ്ട് ആ കുട്ടി എന്താ ഇത്, സജിമോൻ ഇന്ന് എന്താ അറിയണ്ടേ, ആ സ്പോർട്സ് പേജ് ഒന്ന് കാണട്ടെ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ സജിമോൻ ചേച്ചിയുടെ പിന്നാലെ ചെന്നു. ക്രിക്കറ്റ് കളിയുടെ വിശേഷങ്ങൾ അറിയാനാണ് അവന് തിടുക്കം അല്ലെ. ക്രിക്കറ്റ് കളിയിൽ എന്തായി എന്നുള്ളത് അല്ലെ. ഷോണിന് ശ്രീദേവിനെല്ലാം അറിയാല്ലേ, അത് ക്രിക്കറ്റ് കളിയിൽ ഭയങ്കര ഹരായിരിക്കും അല്ലെ നിങ്ങൾക്ക്.
അപ്പൊ ക്രിക്കറ്റ് കളിയുടെ വിശേഷങ്ങൾ അറിയാനാണ് അവന് തിടുക്കം, അവന് ധൃതി, അല്ലേ? വീട്ടമ്മയെ കൊന്ന് കവർച്ച നടത്തിയ ഇന്നലത്തെ കേസിലെ പ്രതികളെ കിട്ടിയോ ആവോ? ആ പത്രം ഒന്ന് കാണട്ടെ. അമ്മയും പത്രത്താളിൽ പിടികൂടി. അപ്പൊ അമ്മയും അടുത്ത അമ്മയാണ് ലാസ്റ്റ്. അപ്പൊ ലാസ്റ്റ് അമ്മ എന്ത് ചെയ്തു? അമ്മയും പത്രം പിടിച്ചു വലിക്കാൻ തുടങ്ങി. എന്താ അറിയേണ്ടത്? വീട്ടമ്മയെ കൊന്ന് കവർച്ച നടത്തി ഇന്നലത്തെ കേസ് ഉണ്ട് അല്ലേ, അതിലത്തെ പ്രതികളെ പിടികൂടിയോ എന്നറിയാനാണ് അമ്മയ്ക്ക് തിടുക്കം. അതുകൊണ്ട് അമ്മയും അത് പിടിച്ചേറ്റാനുള്ള തത്രപ്പാടിലായിരുന്നു. അപ്പൊ ഇത്ര പേരെ എന്താ പറഞ്ഞത്? ഒന്നുകൂടി വായിക്കാം. പ്രഭാതം വിടർന്നു വരുന്നതേ ഉള്ളൂ. മുറ്റത്തൊരു സൈക്കിളിന്റെ മണിനാദം, അത് പത്രക്കാരൻ്റെതാണ്. അടുത്ത നിമിഷം ഒരു പത്രം വരാന്തയിലേക്ക് പാളി വീണു. സജിമോൻ ഓടിച്ചെന്ന് പത്രമെടുത്തു. അവൻ അത് ജിജ്ഞാസയോടെ നിവർത്തിയപ്പോഴേക്കും അച്ഛൻ പിന്നാലെ കയ്യും നീട്ടിയെത്തി. തൊട്ടു പിന്നാലെയുണ്ട് അമ്മയും ചേച്ചിയും ആകാംക്ഷയോടെ. ഒന്നാം പേജിലെ രാഷ്ട്രീയവും ഭരണപരവുമായ പ്രധാന വാർത്തകളിൽ അച്ഛന്റെ മിഴികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മിഴി എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ശ്രീദേവേ? മിഴികൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അതിന്റെ മീനിങ്? ഷോണിനെ അറിയോ? ശ്രീദേവിനെ അറിയോ? ഷോണിനെ അറിയോ? മിഴികൾ എന്ന് പറഞ്ഞാൽ കണ്ണുകളാണ്. കണ്ണുകൾ. മിഴിന്ന് പേരുണ്ട്, കണ്ണ് അല്ലേ? മിഴികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണുകൾ. അപ്പൊ അച്ഛന്റെ കണ്ണുകള്, അച്ഛന്റെ മിഴികൾ, അച്ഛന്റെ കണ്ണുകൾ ആർത്തിയോടെ കൊതിയോടെ പരതാൻ തുടങ്ങി, തിരയാൻ തുടങ്ങി. ആ ഉള്ളിലെ പേജിങ് തന്നേച്ചാ, എന്റെ പരീക്ഷാഫലം ഉണ്ടോന്ന് നോക്കട്ടെ. ചേച്ചി ഉള്ളിലെ താളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് താളാണല്ലേ? പേജുകൾ പിടിച്ചു വാങ്ങി അകത്തേക്കോടി. ആ സ്പോർട്സ് പേജ് ഒന്ന് കാണട്ടെ ചേച്ചി. സജിമോൻ ചേച്ചിയുടെ പിന്നാലെ ചെന്നു. ക്രിക്കറ്റ് കളിയുടെ വിശേഷങ്ങൾ അറിയാനാണ് അവന് തിടുക്കം എന്ന് പറഞ്ഞാൽ ധൃതി, അല്ലേ? വീട്ടമ്മയെ കൊന്നു കവർച്ച നടത്തിയ ഇന്നലത്തെ കേസിലെ പ്രതികളെ കിട്ടിയോ ആവോ? ആ പത്രമൊന്ന് നോക്കട്ടെ. അമ്മയും പത്രത്താളിൽ പിടികൂടി, അല്ലേ? അമ്മയായിരുന്നു ലാസ്റ്റ് പിടികൂടേണ്ട ആള്. അമ്മയും പിടികൂടി. ഓക്കെ, ഇതൊന്ന് വായിച്ചേ. ആരാ വായിക്കുക? ഈ അടുത്ത വരെയുള്ളത് ആരാ ആദ്യം വായിക്കുന്നേ? ശ്രീദേവാണോ ഷോണോ? ശ്രീദേവിന് ബുക്കില്ല. ശ്രീദേവി കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ബുക്കാ പഠിച്ച മോനെ? കഴിഞ്ഞ വർഷം 7. ഇപ്പൊ 7 തന്നെയല്ലേ മോൻ? 7th തന്നെയല്ലേ? അതെ അല്ലേ? ഈ ടൈപ്പ് ബുക്ക് തന്നെയായിരുന്നോ? അതായത് നമ്മുടെ ഈ അമ്മ മലയാളം ബുക്കാണോ പഠിച്ചത്? ഹോളി ഫെയ്ത്തിന്റെ ഇത് തന്നെയായിരുന്നോ? ഹോളി ഫെയ്ത്തിന്റെ ബുക്കാണോ? അല്ല. പിന്നെ ഏതായിരുന്നു സിലബസ്? പുരാണ പബ്ലിക്കേഷൻ അതെ അല്ലേ? ഓക്കെ, ഇതൊന്ന് വായിച്ചേ ഷോണെ. ശ്രീദേവിന് ബുക്കില്ല. പാഠം 17. പത്രം നമ്മുടെ മിത്രം. പ്രഭാതം വിടർന്നു വരുന്നതേ ഉള്ളൂ. മുറ്റത്തൊരു സൈക്കിളിന്റെ മണിനാദം, അത് പത്രക്കാരൻ്റെതാണ്. അടുത്ത നിമിഷം ഒരു പത്രം. ഷോണും പോയോ? മിസ്, ഞാൻ 8ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കൊടുത്തു, അതാ ബുക്ക് കിട്ടാത്ത. അതെ മോനെ 7 കംപ്ലീറ്റ് ആയതാണോ? 7th അവിടെ കംപ്ലീറ്റ് ആയതാ മിസ്. അതെ അല്ലേ? ഇപ്പൊ ഇടയ്ക്കൊക്കെ ക്ലാസ് നടക്കുന്നുണ്ട്. ക്ലാസ് ഉണ്ടോ അവിടെ? ഉണ്ട്. അതെ അല്ലേ? 8ാം ക്ലാസ്സിൽ മോന്റെ അഡ്മിഷൻ എനിക്കറിയാം ഉണ്ടെന്ന്. ഓക്കെ, ഇപ്പൊ പ്രഭാതം വിടർന്നു വരുന്നതേ ഉള്ളൂ. മുറ്റത്തൊരു സൈക്കിളിന്റെ മണിനാദം, അത് പത്രക്കാരൻ്റെതാണ്. അടുത്ത നിമിഷം ഒരു പത്രം വരാന്തയിലേക്ക് പാളി വീണു. സജിമോൻ ഓടിച്ചെന്ന് പത്രം എടുത്തു. അവൻ അത് ജിജ്ഞാസയോടെ നിവർത്തിയപ്പോഴേക്കും
അച്ഛൻ പിന്നാലെ കയ്യും നീട്ടിയെത്തി. തൊട്ടു പിന്നാലെയുണ്ട് അമ്മയും ചേച്ചിയും ആകാംക്ഷയോടെ. ഒന്നാം പേജിലെ രാഷ്ട്രീയവും ഭരണപരവുമായ പ്രധാന വാർത്തകളിൽ അച്ഛൻ്റെ മിഴികൾ ആർത്തിയോടെ പരതാൻ തുടങ്ങി. ആ ഉള്ളിലെ പേജിങ് തന്നേ അച്ഛാ, എൻ്റെ പരീക്ഷാഫലം ഉണ്ടോയെന്ന് നോക്കട്ടെ. ചേച്ചി ഉള്ളിലെ താളുകൾ പിടിച്ചു വാങ്ങി അകത്തേക്കൂടി. ആ സ്പോർട്സ് പേജ് ഒന്ന് കാണട്ടെ ചേച്ചി. സജിമോൻ ചേച്ചിയുടെ പിന്നാലെ ചെന്നു. ക്രിക്കറ്റ് കളിയുടെ വിശേഷങ്ങൾ അറിയാനാണ് അവന് തിടുക്കം. വീട്ടമ്മയെ കൊന്നു കവർച്ച നടത്തി ഇന്നലത്തെ കേസിലെ പ്രതികളെ കിട്ടിയോ ആവോ? ആ പത്രമൊന്ന് നോക്കട്ടെ. അമ്മയും പത്രത്താളിൽ പിടികൂടി. അങ്ങനെ ഓരോരുത്തരും ഓക്കെ, അത്ര വരെ നമ്മൾ പഠിച്ചുള്ളൂ. അമ്മയും പത്രത്താളിൽ പിടികൂടി. ഓക്കെ, എന്നാ ബൈ. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, ബൈ ടാറ്റാ. ബൈ. സീ യു.